90% ഉൽപ്പന്നങ്ങൾക്കും വില കുറയും. ഇളവുകളെപ്പറ്റി BJP വ്യാപക പ്രചരണം നടത്തും. MPമാർ സ്വന്തം മണ്ഡലങ്ങളിലെ 2 പദയാത്ര നടത്താനാണ് തീരുമാനം. സ്വദേശി ക്യാമ്പയിനും തുടക്കം കുറിക്കും. അതേസമയം നികുതി വരുമാനം കുറയുമെന്ന ആശങ്കയിലാണ് സംസ്ഥാനങ്ങൾ. ഏറ്റവും അധികം ബാധിക്കുക കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെയാണ്. ലോട്ടറിയിൽ GST വിഹിതം കൂടിയത് സ്വാഭാവികമായും കേരളത്തെ നികുതി കുറയുന്നതിന് സംസ്ഥാനത്ത് സർക്കാരിന് നികുതി നഷ്ടമുണ്ടാക്കും. ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നികുതി നഷ്ടമായി കേരളത്തിൽ അത് മാറുകയും ചെയ്യും. മറ്റു മേഖലകളിലും നഷ്ടമുണ്ടാവും. അതുകൊണ്ട് പ്രത്യേക പാക്കേജ് വേണമെന്ന ആവശ്യം വീണ്ടും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്നു മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക എന്ന പ്രത്യേകതയുമുള്ളത്. നമുക്ക് പരിശോധിക്കാം ഏതൊക്കെ ഇനങ്ങളിലാണ് നികുതി കുറയുക, കൂടുക, വില വർധനവ് ജനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വിശദമായി പരിശോധിക്കാം. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, വില കുറയുന്ന ഇനങ്ങൾ, കൂടുന്ന ഇനങ്ങൾ, സ്വാഭാവികമായും ജനങ്ങൾക്കറിയാൻ ഏറ്റവും താല്പര്യമുള്ള മേഖലകൾ അതുതന്നെയാവാം. നിരവധി ആളുകൾ GST കുറയുമെന്ന പ്രഖ്യാപനം വന്നതോടുകൂടി പുതിയ പർച്ചേസുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് വിപണിയിൽ എങ്ങനെ പ്രതിഫലിക്കും? എന്താണ് ജനങ്ങളെ ആകർഷിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവുക? സജിത്ത്, നിലവിൽ നമ്മുടെ വിപണിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധാരണക്കാരടക്കം പാവപ്പെട്ടവരടക്കം വാങ്ങുന്ന അവശ്യ സാധനങ്ങൾക്കെല്ലാം വില വലിയ രീതിയിൽ കുറയുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ GST പുതിയ സ്ലാബിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അതായത് സാധാരണക്കാർ നമ്മൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സാധനങ്ങളുടെ എല്ലാം വിലകൾ വളരെയധികം കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് മുതൽ പേസ്റ്റ് മുതൽ സോപ്പ് മുതൽ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വില കുറയും. അതുപോലെ ഹോം അപ്ലയൻസസ്, ഫ്രിഡ്ജ്, TV, AC, വാഷിംഗ് മെഷീൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വില കുറയും. കാറ്, ബൈക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വില കുറയും. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ കുട്ടികളുടെ പഠന സാമഗ്രികൾ, ആശുപത്രിയിൽ നമുക്ക് വേണ്ടിവരുന്ന അവശ്യ മരുന്നുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന 99% സാധനങ്ങൾക്കും വില കുറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി ഇന്നലെ ലൈവിൽ വന്ന് പറഞ്ഞത്, നമ്മൾ എല്ലാവരുടെയും സമ്പാദ്യം വർദ്ധിക്കാൻ പോകുന്നു. നവരാത്രി ദിനത്തോടനുബന്ധിച്ച് ഇനി മുതൽ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഉത്സവമാണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അതിനൊപ്പം നരേന്ദ്രമോദി കൂട്ടിച്ചേർത്ത് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ സ്വദേശി സാധനങ്ങളുടെ വിൽപ്പന, അത് വിപണനം കൂടണം, നമ്മൾ സ്വദേശി സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങണം എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞിരുന്നു. നമുക്ക് വിശദമായി പരിശോധിക്കാം എന്തൊക്കെ സാധനങ്ങളാണ് വില കുറയുന്നത്. അതായത് പുതിയ സ്ലാബ് അനുസരിച്ച് നികുതി ഇല്ലാത്തവ 5% നികുതിയുള്ളവ 18% നികുതി, അതുപോലെ 40% ലക്ഷറി നികുതി, ഇങ്ങനെയാണ് പുതിയ നികുതി സ്ലാബുകൾ വരുന്നത്. അതിൽ ഏറ്റവും വില കുറയുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് വെണ്ണ, നെയ്യ്, പാലുൽപ്പന്നങ്ങൾ, ഷാംപൂ, ഹെയർ ഓയിൽ, ടൂത്ത് പേസ്റ്റ് തുടങ്ങിയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം നികുതി വളരെ കുറഞ്ഞിരിക്കുന്നു. 5% നികുതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സോപ്പ് വാങ്ങുന്ന സമയത്ത് അതിൽ 100 രൂപയുടെ സോപ്പാണെങ്കിൽ അതിന് 5%-ഓളം വില കുറഞ്ഞ് നമുക്ക് വാങ്ങാൻ കഴിയും ഇന്ന് മുതൽ എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇന്നൊരു പക്ഷേ റീറ്റെയിൽ ഷോപ്പുകളിൽ, നമ്മൾ ചെറിയ ഷോപ്പുകളിൽ നമ്മൾ പോയാൽ ഒരു പക്ഷേ ആ വില കുറഞ്ഞെന്ന് വരില്ല. കാരണം അവർ മാസങ്ങൾക്ക് മുമ്പോ ആഴ്ചകൾക്ക് മുമ്പോ കൂടിയ വിലയ്ക്ക് വാങ്ങിച്ചു വെച്ച സാധനങ്ങളായിരിക്കാം അവരുടെ കയ്യിലിരിക്കുന്നത്. അവർക്ക് GST രജിസ്ട്രേഷൻ ഇല്ലാത്ത കടകളായിരിക്കാം. അവിടെ ഒരു പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വില കുറച്ച് തരാൻ കഴിഞ്ഞെന്ന് വരില്ല. അതേസമയം GST രജിസ്ട്രേഷനുള്ള വലിയ സ്ഥാപനങ്ങളിൽ പോയാൽ, ഇപ്പോൾ മാളുകളിലും അതുപോലെ വലിയ ഷോപ്പുകളിലും പോയാൽ അവിടെ നമുക്ക് വില കുറച്ച് ഇന്നു മുതൽ വില കുറച്ച് കിട്ടും. എന്നാൽ ചെറുകിട സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ ആ വില കുറയുന്ന ആ ഒരു ഇത് നമുക്ക് കുറഞ്ഞു കിട്ടാൻ കുറച്ച് താമസമെടുക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് പാലിന് വില കുറയും, വെണ്ണയ്ക്ക് വില കുറയും, ടൂത്ത് പേസ്റ്റിന് വില കുറയും, സോപ്പിന് വില കുറയും, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങൾക്കും വില കുറയും. മറ്റൊന്ന് കുട്ടികളുടെ നാപ്കിൻ, ക്ലിനിക്കൽ ഡയപ്പർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്ക് വില കുറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുസ്തകങ്ങൾ, ഇറേസർ, പെൻസിൽ, ഗ്രാഫ്, അതുപോലെ മാപ്പ്, അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം 0% പലിശയാണ്. അതായത് ടാക്സ് ആണ്. ഒന്നിനും അതിന് പ്രത്യേകിച്ച് ടാക്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കുട്ടികളെ വളർത്തുന്നവർക്ക്, മാതാപിതാക്കൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു നടപടി തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മറ്റൊന്ന് വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഇതിനൊന്നും ടാക്സ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് കണ്ണട, AC, വാഷിംഗ് മെഷീൻ,
32 ഇഞ്ചിന് മുകളിലുള്ള TV, പിന്നെ പ്രൊജക്ടർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്കും വില ഇന്നു മുതൽ കുറയും. അതിൻ്റെ ഇന്ന് നമ്മൾ മാളുകളിലൊക്കെ പോയി ആ സാധനങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ വിലക്കുറവ് ഇന്ന് തന്നെ നമുക്കതിനെ അറിയാൻ പറ്റും. പല ഷോപ്പിംഗ് മാളുകളിൽ നിന്നുള്ള പല കമ്പനികളിൽ നിന്നുള്ള ആളുകളും പറയുന്നത് 3000 മുതൽ 6000 രൂപ വരെ ഹോം അപ്ലയൻസസിന് വില കുറയാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ന് മുതൽ തന്നെ ആ വിലക്കുറവ് പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ 350 cc താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ, അതുപോലെ മുച്ചക്ര വാഹനങ്ങൾ, ഇതിന് 28% നേരത്തെ GST എന്ന് പറയുന്നത്. അത് 18% കുറച്ചു. അതായത് 350 cc താഴെയുള്ള വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, അതിന് വില കുറയും. അതുപോലെ ഓട്ടോ തുടങ്ങിയിട്ടുള്ള സവാരി ഓട്ടോകൾക്ക് വില കുറയും. അപ്പോൾ അത് സാധാരണക്കാർക്ക്, വാഹനം എടുക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള കുറവ് വരും. അതായത് 1 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങാൻ, 1 ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിൽ അതിന് 10,000 രൂപ വരെ വില കുറയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് ആളുകൾക്ക് ഉപയോഗപ്രദമാക്കാം. ഇപ്പോൾ വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഏറ്റവും ഒരു മികച്ച സമയം തന്നെയാണെന്നാണ് വിലയിരുത്തേണ്ടത്. അതുപോലെ മാർബിൾ, ഗ്രാനൈറ്റ്, സിമൻറ്റ് തുടങ്ങിയിട്ട്, അതായത് വീട് വയ്ക്കുന്നവർക്കും വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ വലിയ രീതിയിൽ ഒരു ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം സിമൻറ്റിനും ഗ്രാനൈറ്റിനും മാർബിളിനും ഒക്കെ വില കുറഞ്ഞ സാഹചര്യമാണ്. അപ്പോൾ വലിയ രീതിയിൽ വിലക്കുറവുണ്ടാവും. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് വീട് വയ്ക്കുന്ന ഒരു ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സമയമാണിത്. അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ആവശ്യങ്ങൾക്കായിട്ടുള്ള വളം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്കും വില കുറയും. വലിയ രീതിയിലുള്ള വിലക്കുറവുണ്ട്. അപ്പോൾ കൃഷിക്കാർക്കും വലിയ രീതിയിൽ ഉപയോഗപ്രദമായ ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. അതുപോലെ ചികിത്സ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, അതിനൊക്കെ വില കുറയുന്നുണ്ട്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയുന്നുണ്ട്. അതിൽ പലതിനും 35,000, 2.5 ലക്ഷം, 3 ലക്ഷം ഒക്കെ വില വരുന്ന മരുന്നുകളുണ്ട്. അതിനൊക്കെ 35,000 മുതൽ 50,000 രൂപ വരെ വില കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ വസ്ത്രമേഖലയിൽ പ്രധാനപ്പെട്ട കാര്യം, 2,500 രൂപയ്ക്ക് താഴെയുള്ള തുണികൾക്ക് വില കുറയും. 2,500 മുകളിലേക്കുള്ള തുണികൾക്ക് വില കൂടി. ഇപ്പോൾ നമ്മൾ 2,500 താഴെ നിൽക്കുന്ന ഒരു ഷർട്ട് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ വില കുറയും. അതുപോലെ എന്നാൽ അതിന് മുകളിൽ വാങ്ങുന്ന 2,500 മുകളിലുള്ള ഒരു ഷർട്ട് വാങ്ങുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അധിക നികുതി അടയ്ക്കേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ആഡംബര വാഹനങ്ങൾ, പുകയില, പാൻ മസാല, ലോട്ടറി എന്നിവയ്ക്ക് വില കൂടുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ലോട്ടറിക്ക് വില കൂടുന്നത് വലിയ രീതിയിലൊരു പ്രതിസന്ധി സംസ്ഥാന സർക്കാരിനുണ്ടാക്കും. പക്ഷേ ആഡംബര വാഹനങ്ങൾക്കും പുകയില, അത്തരത്തിലുള്ള ഉപയോഗിക്കുന്ന ആളുകൾക്ക് വില കയറ്റും. അത് 40% ടാക്സ് ഉയർന്നു എന്നു, 28 നിന്ന് 40 ടാക്സ് ഉയർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഇപ്പോൾ ലക്ഷറി കാർ എടുക്കുന്നവർക്കൊക്കെ അധിക നികുതി അടയ്ക്കേണ്ടി വരുമെന്നുള്ളതാണ്. പക്ഷേ അത് സാധാരണക്കാരനെ ബാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതുപോലെ ലോട്ടറി ഇപ്പോൾ വില എന്തായാലും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. 40% ലക്ഷറി ടാക്സ് വരുന്നുണ്ട്. പക്ഷേ അതിൽ ലോട്ടറി വില കൂട്ടുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ലോട്ടറി വില കൂട്ടിയാൽ വിൽപ്പന കുറയും എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. അഭിലാഷിലേക്ക് മടങ്ങി വരാം. ലോട്ടറി, അതാണ് സംസ്ഥാനത്തെ ബാധിക്കുക ഒരു പ്രധാനപ്പെട്ട വിഷയം. കാരണം സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ലോട്ടറി. സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ തന്നെ വലിയ നഷ്ടം ലോട്ടറിയുടെ പുതിയ നികുതി ഘടനയിലെ മാറ്റം ഉണ്ടാക്കും. വി അരുൺ തിരുവനന്തപുരത്ത് നിന്നുണ്ട്. അരുൺ, സർക്കാർ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇത് കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി. അതിലേറ്റവും പ്രത്യേകത, മറ്റു കാര്യങ്ങളൊക്കെ സ്വീകാര്യമാണ്, പൊതുവിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ്, തർക്കമില്ല കാര്യത്തിൽ. പക്ഷേ ലോട്ടറി വരുമാനത്തിൽ വലിയ പ്രതിസന്ധിയുണ്ട്. സർക്കാരിൻ്റെ വരുമാനം കുറയുന്നു എന്ന് പറയുമ്പോൾ ആ ലോട്ടറി മേഖലയെ പൊതുവിൽ ബാധിക്കുക എന്നതാണ്. എന്താണ് ഇതിന് പ്രതിവിധി? എങ്ങനെയാണ് ഈ മേഖലയിലുള്ളവർ സംസാരിക്കുന്നത്? സഹിത പൊതുവിൽ ഈ GST നികുതി ഇളവ് സ്വാഗതം ചെയ്യപ്പെടുമ്പോഴും സംസ്ഥാനത്തിന് 8,000 മുതൽ 10,000 കോടി വരെ വരുമാന നഷ്ടം പ്രതിവർഷം ഉണ്ടാകുമെന്നാണ് ധനവകുപ്പിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തലും കണക്കുകൂട്ടലും. അതിലേറ്റവും ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് 3 മേഖലകളെയാണ്. അതിൽ ഈ ഓട്ടോമൊബൈൽ, സിമന്റ്, ഇലക്ട്രോണിക്സ്, ഇൻഷുറൻസ് മേഖലകളെ മൊത്തത്തിൽ ബാധിക്കും. അതിൽ ഏറ്റവും സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കാൻ പോകുന്ന ആശങ്ക ഉണ്ടാക്കുന്നതും സൈറ്റ് സൂചിപ്പിച്ച പോലെ ഈ ലോട്ടറി മേഖലയിലാണ്. ഈ GST നികുതി 40% ഉയർന്നതോടുകൂടി സംസ്ഥാനത്ത് ലോട്ടറി വിൽപ്പനയെ അത് ബാധിക്കുമോ എന്ന ആശങ്കയാണ്. 2 കാര്യങ്ങളാണ് സർക്കാർ മുന്നിലുള്ളത്. ഒന്ന്, ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ മെയിലാണ് 40 നിന്ന് 50 രൂപയായിട്ട് പ്രതിദിന ലോട്ടറിയുടെ വില സർക്കാർ വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയൊരു വില വർധന ലോട്ടറി തൊഴിലാളികളും ഉപഭോക്താക്കളൊന്നും അനുവദിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് സർക്കാർ ഇപ്പോൾ ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു വില വർധന എളുപ്പവുമല്ല. നമ്മൾ രാവിലെ സംസാരിക്കുമ്പോഴും ആളുകളൊക്കെ പറഞ്ഞത് ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കുന്നത് ശരിയാകില്ല, ലോട്ടറി വില വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഏജന്റുമാരുടെ കമ്മീഷൻ കുറയ്ക്കുക, അതുപോലെ തന്നെ ഈ
ലോട്ടറി സമ്മാനങ്ങളുടെ എണ്ണം കുറയ്ക്കുക. 2 വഴികളാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ച രീതി. ആദ്യഘട്ടത്തിൽ അത് തന്നെയാകും ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ലോട്ടറി വിലവർധനയിലേക്ക് പോകില്ല. എങ്കിൽ പോലും അതുപോലും സ്വീകാര്യമായ നിലപാടാണ് പല സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളുകളും ഈ കച്ചവടക്കാരും ഒക്കെ സ്വീകരിക്കുന്നത്. വരുമാന നഷ്ടം അവർക്കും ഉണ്ടാകും. ഈ ഏജന്റുമാരുടെ കമ്മീഷൻ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും അവരെതിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം കമ്മീഷൻ തന്നെയാണ്. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ആളുകൾ സമാന ഘടന കുറഞ്ഞാൽ ഓരോ ആളും ലോട്ടറി എടുക്കുന്നത് സമ്മാനം അടിക്കുമെന്ന വിശ്വാസത്തിലാണ്. പക്ഷേ അങ്ങനെ പ്രധാനപ്പെട്ട സമ്മാനങ്ങളില്ലെങ്കിൽ പോലും താഴെയുള്ള 100 രൂപ വരെയുള്ള സമ്മാനങ്ങൾ പോലും ലഭിക്കുമ്പോൾ അതൊരു വീണ്ടും പ്രതീക്ഷയാണ് ആളുകൾക്ക്. ആ സമ്മാന ഘടന മാറുമ്പോൾ, സമ്മാനങ്ങളുടെ എണ്ണം കുറയുമ്പോൾ അതും ഈ ലോട്ടറി എടുക്കുന്ന ഭാഗ്യാന്വേഷികളെ കൂടി സർക്കാരിനെതിരായി ചിന്തിപ്പിക്കുമെന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ GST നിരക്ക് മാറ്റം ലോട്ടറി മേഖലയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അത് ഇപ്പോൾ വില വർദ്ധിപ്പിക്കാതെ സർക്കാർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എത്ര നാൾ അങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സർക്കാരും വ്യക്തതയില്ല. വില വർദ്ധിപ്പിച്ചില്ലെങ്കിൽ തന്നെ ഇപ്പോഴുള്ള ഈ മാറ്റങ്ങൾ, ഈ കമ്മീഷൻ കുറച്ചതും അതുപോലെ തന്നെ സമ്മാനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതുമൊക്കെയും വലിയ എതിർ അഭിപ്രായമാണ് പൊതുവിൽ ലോട്ടറി കച്ചവട മേഖലയിൽ നിന്നും ലോട്ടറി എടുക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. യെസ്, അതാണ് ലോട്ടറി മേഖല ഇതിനോട് പ്രതികരിക്കുന്നത്. അങ്ങനെയാണ് സംസ്ഥാനം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും അതാണ്. നേരത്തെ ധനമന്ത്രി കെ